മാർച്ച് 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലേസസ് ലൈക്ക് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എക്സെട്ര ഈസ് കാൾഡ് ഡാഷ് ക്ലാസിഫിക്കേഷൻ. രാജ്യം, സംസ്ഥാനം, ജില്ല തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തെ, ക്ലാസിഫിക്കേഷനെ ഡാഷ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഏത് ക്ലാസിഫിക്കേഷനാണ്? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്, ഭൂമിശാസ്ത്രപരം. സെക്കൻഡ് വൺ, വാട്ട് ഈസ് റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്? ഒരു ക്ലാസിന്റെ ആപേക്ഷിക ആവൃത്തി എന്താണ്? ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ടു ദ ടോട്ടൽ ഫ്രീക്വൻസി ഈസ് കാൾഡ് റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു F/N. ഇനി റിലേറ്റീവ് ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്ന ടേബിളിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ? ദ്വിതീയ ഡാറ്റയുടെ ഉറവിടങ്ങൾ ഏതെല്ലാം? ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, ഓഫീസ് റെക്കോർഡ് ഇൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് എക്സെട്ര, സർവേ റിപ്പോർട്ട് ഓഫ് വേരിയസ് റിസർച്ച് ഓർഗനൈസേഷൻസ്, സർവേ റിപ്പോർട്ട് ഇൻ ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അതർ പബ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്. 5 പോയിന്റിൽ ഏതെങ്കിലും 3 എഴുതുക. മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഡ്രോ പെർസെന്റേജ് ബാർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയ്ക്ക് ശതമാന ബാർ ഡയഗ്രാം വരയ്ക്കുക. വാല്യൂസ് ആദ്യം ടോട്ടൽ ചെയ്യുക 100, എന്നിട്ട് ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 100. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 100 കട്ട് ചെയ്ത് പോയി വാല്യൂ 10 തന്നെ കിട്ടും. അതുപോലെ അടുത്ത വാല്യൂ ചെയ്യുക. തന്നിരിക്കുന്ന വാല്യൂ 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ എത്രയാണ്? 100. ഇത് കൂട്ടുമ്പോൾ 100, ഈ 100 എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇൻറ്റു 100 പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 100 വേണം. ഇവിടെയും കട്ട് ചെയ്ത് പോയി എത്രയാണ്? 40. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 30 ഡിവൈഡഡ് ബൈ ടോട്ടല് 100 ഇൻറ്റു 100 കട്ട് ചെയ്ത് പോയി എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അതേപോലെ നെക്സ്റ്റ് വാല്യൂ എന്ത് കിട്ടും? 20% ആണെന്ന് കിട്ടും. അതിനുശേഷം എക്സ് ആക്സിസ് വൈ ആക്സിസ് വരഞ്ഞിട്ടു. ഇനി ചെയ്യാനുള്ളത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ലേബൽ ചെയ്തു. ഇത്രയും ഭാഗമാണ് ബാറിന് വരിക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തു 10, 20, 30, 40, 50, 60, 70, 80, 90, 100 വരെ മാർക്ക് ചെയ്ത് വെച്ചു. 100 വരെ ബാർ വരഞ്ഞു. ആദ്യത്തത് എത്ര പെർസെന്റേജ്? 10% ആണ് ഫസ്റ്റ് വൺ. അപ്പൊ നോക്കൂ, ഇവിടെ നിന്ന് 10% ഇത്രയും ഭാഗം ഇത് അടയാളപ്പെടുത്തി. ദെൻ ഇനി 40% ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ 10, 20, 30, 40 ഇവിടെ അടയാളപ്പെടുത്തി. ദെൻ നെക്സ്റ്റ് വൺ 30, 10, 20, 30. ദെൻ 20, 10, 20 ഇങ്ങനെയാക്കി മാറ്റി. ഇനി ചെയ്യേണ്ടത് ഓരോ ഭാഗവും ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തിട്ട് മാറ്റണം. എ ഐറ്റം 10 ആണ്. അപ്പൊ ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യണു. ഐറ്റം ബി 40,
അതിനെ വേറെ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തു. ഇത്രയും ഭാഗമാണ് 40. ഷെയ്ഡ് ചെയ്തു. ദെൻ ഐറ്റം സി 30. ഐറ്റം സി 30 ആണ്. അതിനെ വേറെ ഡിഫറെന്റ് കളറിൽ ഷെയ്ഡ് ചെയ്യുക. ഇതുവരെ ഐറ്റം സി ആണ്. ദ ലാസ്റ്റ് വൺ ഐറ്റം ഡി. ഐറ്റം ഡിനെ മറ്റൊരു തരത്തിൽ ഷെയ്ഡ് ചെയ്യണം. ഇത്ര ഭാഗമാണ് ഐറ്റം ഡിയിലുള്ളത് എന്നതിന് ശേഷം ഇവിടെ ഇത് ഐറ്റം ഡി ആണ്. ദെൻ പിന്നെ ഉള്ളത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഐറ്റം സിനെയാണ്. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐറ്റം ബി ആണ്. ദിസ് വൺ റെപ്രസെന്റ് ചെയ്യുന്നത് ഐറ്റം എ ആണ്. അപ്പൊ ഇത് ഈ ഭാഗത്ത് നമ്മൾ ഏത് റീജിയൻ ആണോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആ ഭാഗം ആ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയ കാര്യം, എക്സാമിന് നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ കിട്ടില്ല. നിങ്ങളുടെ ആൻസർ പേപ്പറിൽ തന്നെയാണ് ഈ ഗ്രാഫ് വരയേണ്ടത്. എന്റെ കയ്യിൽ ഗ്രാഫ് പേപ്പർ ഉള്ളത് കൊണ്ട് വരഞ്ഞു എന്നുള്ളത് മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 4. With the help of a diagram, show the shape of different types of kurtosis. ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിവിധ തരം കർട്ടോസിസുകളുടെ ആകൃതി കാണിക്കുക. നോക്കൂ, ഇങ്ങനെ 3 കർവ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഏറ്റവും മേലെ ഇത്രയും മേലേക്ക് പോകുന്നുവെങ്കിൽ ഇതിനെ പറയുന്ന പേര് ലെപ്റ്റോകർട്ടിക് ആണ്. ദെൻ ഇങ്ങനെ താഴത്തേക്ക് പതിഞ്ഞിട്ട് സിമെട്രിക് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കർവിനെ പറയുന്ന പേര് പ്ലാറ്റികർട്ടിക് ആണ്. ദെൻ ലാസ്റ്റ് വൺ കാണുന്ന കർവ് മിസോകർട്ടിക് അല്ലെങ്കിൽ നോർമൽ കർവ് ആണ്. ഇവ 3ഉം കൂടെ കമ്പയർ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കർവ് ദിസ് വൺ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് അതാത് ചാപ്റ്റർ വീഡിയോയിൽ പറയുന്നുണ്ട്. നോക്കൂ, ഏറ്റവും മേലേക്ക് പോകുന്നുവെങ്കിൽ ലെപ്റ്റോകർട്ടിക് ആണ്. ദെൻ നോർമൽ ആയിട്ടുള്ള കർവിനെ പറയുന്ന പേര് മിസോകർട്ടിക് ആണ്. താഴെ ഏറ്റവും ഇങ്ങനെ പതിഞ്ഞു വരുന്നുവെങ്കിൽ പ്ലാറ്റികർട്ടിക് ആണ്. ഈ 3 കർവിന്റെയും പ്രത്യേകത സിമെട്രിക് ആയിരിക്കും. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്നതിനെ പറയുന്നത് എന്താണ്? മോഡാണ്. സിഗ്മ എക്സ് മൈനസ് എ ഈക്വൽ ടു 0 വെയർ എ ഈസ് ആൻ ആവറേജ്. ഈ പ്രോപ്പർട്ടി പഠിച്ചത് എവിടെയാണ്? മീനിന്റെ കേസിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി പഠിച്ചിരിക്കുന്നത്. എക്സ് വാല്യൂ ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 ഒജീവ്സ്. 2 ഒജീവുകളുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ആയിരിക്കും. ഇൻ വൺ ഒബ്സർവേഷൻ ഈസ് 0. ഏതെങ്കിലും ഒരു വാല്യൂ 0 ആയി കഴിഞ്ഞാല് ദ വാല്യൂ ഓഫ് ദിസ് ആവറേജ് ബിക്കം 0. ആവറേജിന്റെ വാല്യൂം 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു വില 0 ആയാൽ ശരാശരിയുടെ വിലയും 0 ആയിരിക്കും. ജോമെട്രിക് മീൻ. ഇനി ഹാർമോണിക് മീൻ ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. CSO ഈസ് ലൊക്കേറ്റഡ് ഇൻ. CSO ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? CSO സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ISI. ISIനെ കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, ISIനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ഇതൊക്കെയാണ്. പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് കൊൽക്കത്തയിലെ 17th December 1931 ISI സ്ഥാപിച്ചത്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നു. കൂടാതെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു ബുക്കാണ് സംഖ്യ, ദ ഇന്ത്യൻ ജേണൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പോയിന്റുകൾ പഠിച്ചിട്ട് എഴുതുക. The representative part of population is called. സമഷ്ടിയെ, പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഭാഗത്തിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? സാമ്പിൾ എന്നാണ് വിളിക്കുന്നത്.
The next one, explain the method of collecting data by focus group discussion. ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച ഉപയോഗിച്ച് ഡാറ്റ ശേഖരിക്കുന്ന വിധം വിശദീകരിക്കുക. A focus group discussion is a small group discussion guided by a trained leader. ഒരു ട്രെയിൻ ചെയ്ത ലീഡർ ഒരു സ്മോൾ ഗ്രൂപ്പിൽ നടത്തുന്ന ഡിസ്കഷൻ ആണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. It is used to collect more opinion about a specified topic in order to take better decision in future plan. ഈ പോയിന്റ്സ് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. The median of the values 16042 is. ഈ ഒബ്സർവേഷൻ ഇവയുടെ മീഡിയൻ ഡാഷ് ആണ്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യണു. ആദ്യത്തെ വാല്യൂ 0, സെക്കൻഡ് വാല്യൂ 1, 2, 4, 6 എന്നതിന് ശേഷം എന്ത് ചെയ്യുക, n+1/2 ഐറ്റം ഏതാണെന്ന് നോക്കുക. 1, 2, 3, 4, 5 ഒബ്സർവേഷൻ ഉണ്ട്. 5+1 പറയുമ്പോ 6, 6/2 3. ഈ ഡാറ്റയില് മൂന്നാമത്തെ ഒബ്സർവേഷൻ ആരാണ്? 2. സോ മീഡിയൻ ഈക്വൽ ടു 2. അരിത്തമെറ്റിക് മീൻ ഓഫ് 2 numbers is 17 and geometric mean is 15. Find harmonic mean of these numbers. 2 നമ്പറുകളുടെ അരിത്തമെറ്റിക് മീന് 17ഉം ജോമെട്രിക് മീന് 15ഉം ആയാൽ ഇവയുടെ ഹാർമോണിക് മീൻ കണക്കാക്കുക. ജോമെട്രിക് മീൻ സ്ക്വയർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്, പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക് മീൻ തന്നിരിക്കുന്നത് 15 ആണ്. 15ന്റെ സ്ക്വയർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ 17 തന്നിട്ടുണ്ട് ഇൻറ്റു ഹാർമോണിക് മീൻ. 15ന്റെ സ്ക്വയർ എത്രയാ? 225 ഈക്വൽ ടു 17 ഇൻറ്റു ഹാർമോണിക് മീൻ. നമുക്ക് വേണ്ടത് ഹാർമോണിക് മീൻ ആണ്. ഇപ്പൊ 17 എന്ത് ചെയ്യാ, ഈ 225ന്റെ താഴത്തേക്ക് കൊണ്ടുവന്നു. 225 ഡിവൈഡഡ് ബൈ 17 ഈക്വൽ ടു ഹാർമോണിക് മീൻ. 225നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.24 ഹാർമോണിക് മീൻ. കാൽക്കുലേറ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദ ഡാറ്റ ഗിവൺ ബിലോ. താഴെ പറയുന്ന വിലകളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കുക. ഒരു ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെങ്കിലും മീഡിയൻ ആണെങ്കിലും ആദ്യം ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന വിലകളെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്ന വിലകളെ ആദ്യം അറേഞ്ച് ചെയ്യട്ടെ. നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു എന്നതിന് ശേഷം Q1 കാൽക്കുലേറ്റ് ചെയ്യണം. Q1ന്റെ ഫോർമുല n+1/4 ഐറ്റം ആണ്. ഇപ്പൊ n എന്ന് വെച്ചാൽ 11 ആണ്. 11+1/4 12/4. അതായത് തേർഡ് ഐറ്റത്തില് വരുന്ന നമ്പർ ആണ് Q1. തേർഡ് ഐറ്റത്തിൽ ഇതിൽ ഏത് നമ്പറാ വരുന്നത് എന്ന് നോക്കൂ. 1, 2, 3. ഇപ്പൊ Q1 നമുക്ക് കിട്ടുന്നത് 9 ആണ്. ഇനി Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? 3 ഇൻറ്റു n+1/4 ഐറ്റം ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു n 11 ആണ് പ്ലസ് 1/4 ഐറ്റം. 11+1 12, 12/4 എന്ന് വെച്ചാൽ 3. 3 ഇൻറ്റു 3 പറഞ്ഞാൽ 9th ഐറ്റം, 9ാമത്തെ ഐറ്റം ഏതാന്ന് വെച്ചാൽ അതാണ് Q3. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പൊ Q3യുടെ വാല്യൂ 19 ആണ്. Q1ഉം Q3യും കിട്ടിക്കഴിഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ഫോർമുല. സോ 19 മൈനസ് 9/2. 19 മൈനസ് 9 പറഞ്ഞാൽ 10. 10/2 വെച്ചാൽ എത്രയാ? 5 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഫോർ എ ഗ്രൂപ്പ് ഓഫ് 10 ഐറ്റംസ് സിഗ്മ എക്സ് ഈക്വൽ ടു 452. സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ ടു 24,270. മോഡ് ഈക്വൽ ടു 43.7. ഫൈൻഡ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്.
10 ഇനങ്ങൾക്കുള്ള സിഗ്മ എക്സ് സ്ക്വയർ മോഡ് ഇവ മൂന്നും തന്നിട്ടുണ്ട്. കാൾ പിയേഴ്സിന്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്നുള്ളതാണ് ചോദ്യം. സോ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല SK ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഫോർമുല. ഇവിടെ സിഗ്മ എക്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മീൻ കണ്ടുപിടിക്കാം. മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു 452 ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 45.2. മീന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ 10 ഇൻറ്റു തന്നിരിക്കുന്ന ഡാറ്റയിലെ സിഗ്മ എക്സ് സ്ക്വയർ 24,270 ആണ് മൈനസ് സിഗ്മ എക്സ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ ആണ്. 45.2 ഇതിന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2427 മൈനസ് 45.2 ഇതിന്റെ സ്ക്വയർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഈ നമ്പർ വരും. ഇതിന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 19.6 കിട്ടി. ഇപ്പൊ മീനായി മോഡായി സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. സോ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു മീൻ എത്രയാ? 45.2 മൈനസ് തന്നിരിക്കുന്ന ഡാറ്റയിലെ ക്വസ്റ്റ്യനിലെ മോഡ് പറയുന്നത് 43.7 ആണ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 19.6. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ 19.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.07 ആണ് ആൻസർ. റേഞ്ച് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂ ഈസ് 100. The highest value is 140. Then the lowest value is a dash. ഒരു കൂട്ടം വിലകളുടെ റേഞ്ച് 100ഉം ഉയർന്ന വില 140ഉമായാൽ താഴ്ന്ന വില ഈക്വൽ ടു ഡാഷ് ആണ് എഴുതിയിരിക്കുന്നത്. സോ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. റേഞ്ച് തന്നിരിക്കുന്നത് 100 ആണ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ 140 മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇനി ഈ 140 പോസിറ്റീവ് ആണ് ഈക്വൽ ടുന്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 100 മൈനസ് 140 ഈക്വൽ ടു ആണ് മൈനസ് L. 100ൽ നിന്ന് 140 പോയാല് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, വലിയ നമ്പറിന്റെ സൈന് ഇടുക. സോ -40 ഈക്വൽ ടു നെഗറ്റീവ് L ആണ്. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് കട്ട് ചെയ്തു. അപ്പൊ എത്രയാണ് ചെറിയ താഴ്ന്ന വില? താഴ്ന്ന വില എത്രയാണെന്നല്ലേ ചോദ്യം? 40. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ പറയുന്ന വിലകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. ഏതൊക്കെയാ വില തന്നിരിക്കുന്നത്? 1, 4, 3, 2. എക്സ് വാല്യൂസ് 1, 4, 3, 2 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല എഴുതണു. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. അപ്പൊ ഈ ഫോർമുലയ്ക്ക് ആവശ്യമുള്ള ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ എന്തൊക്കെയാണ്? 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4. എന്നിട്ട് ഇവയെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 30 ആണെന്ന് കിട്ടും. എക്സ് കോളം സം ചെയ്തു. എക്സ് കോളത്തിന്റെ ടോട്ടല് 10 ആണ്. ഇനി എന്ത് ചെയ്യാം? എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ n ആണ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 1, 2, 3, 4. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 ആയി. എന്നിട്ട് സിഗ്മയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. റൂട്ട് ഓഫ് 1/4 ഇൻറ്റു
സിഗ്മ എക്സ് സ്ക്വയർ 30 മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ പറഞ്ഞാൽ 2.5ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു കിട്ടുന്ന വാല്യൂ 7.5 ആണ് മൈനസ് 2.5ന്റെ സ്ക്വയർ പറഞ്ഞാല് 6.25 ആണ്. ഇതിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യുക എന്നതിന് ശേഷം റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.11 ആണെന്ന് വരും. If you like the video, please subscribe and press the bell icon.